सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। ഒരു മതത്തെക്കുറിച്ചും അതിനോട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തെറ്റായി ചേർത്ത് വെച്ചുമുള്ള വർഗീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയത്. മതവിദ്വേഷം ഉയർത്തി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിന് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകിയത് അതിരൂക്ഷമായി വിമർശിക്കപ്പെടുന്നു. അധികാരത്തിനു വേണ്ടി പച്ചക്കള്ളം പറയുന്നത് BJPയുടെയും RSSന്റെയും പരിശീലനത്തിന്റെ ഭാഗമെന്ന് മല്ലികാർജുൻ ഖാർഗെ. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള നിരാശ മോദിയുടെ നുണകളുടെ നിലവാരം പിന്നെയും താഴ്ത്തിയെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. CPMും തൃണമൂൽ കോൺഗ്രസും കൂട്ടപ്പരാതി നൽകും. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമത്തിലാണ് മോദിയെന്ന് ജയറാം രമേശ്. രാജ്യത്തെ ഓർത്ത് വേദനിക്കുന്നുവെന്ന് കപിൽ സിബൽ. എന്നാൽ മോദിയുടെ വർഗീയ പ്രസംഗം കേരളത്തിൽ K. സുരേന്ദ്രൻ ആവർത്തിച്ചു. കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത്. ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ ഒരാഴ്ചയായി BJP നേതാക്കൾ രാമക്ഷേത്രവും മറ്റ് മതപരവും വിശ്വാസപരവുമായ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ടഭാവം നടിക്കുന്നില്ല എന്ന് ഇന്ത്യ സഖ്യ പാർട്ടികൾ വിമർശിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.